അങ്ങനെ ഉത്സവത്തിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി ഉത്സവം തീർന്നില്ലേ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല മച്ചൂ. ഇനിയും അമ്പലങ്ങളും ഉത്സവങ്ങളും ഒക്കെ കിടക്കുകയല്ലേ. ഇവിടുത്തെ മാത്രമേ തീർന്നിട്ടുള്ളൂ. അങ്ങനെ 3 ഗജവീരന്മാരുണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ ഏറ്റവും ദൂരെ നിന്നാണ് ഗജവീരന്മാരെ എടുക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല. കഴിഞ്ഞ വർഷമൊക്കെ ഉത്സവത്തിന് പോയപ്പോൾ ആനയുടെ അടുത്ത് പോയി നിന്ന് കാണുമായിരുന്നു. അപ്പോഴാണ് ആന വാല് കൊണ്ടൊരടി. എന്തോ ഭാഗ്യത്തിന് കൊണ്ടില്ല എന്നുള്ള രീതിയിൽ. അന്നത്തോടെ ഞാൻ പേടിച്ചു പോയിട്ടോ. പിന്നെ ആന കാണുമ്പോഴേ ഞാൻ കയറി ഓടിക്കളയും. അമ്മാതിരി പേടിയായിപ്പോയി. പിന്നെ ഇപ്രാവശ്യത്തെ ഘോഷയാത്രയ്ക്ക് ഒരുപാട് വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിനു മുമ്പ് താലപ്പൊലിയും മുത്തുകുടകളും ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയം ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് സദ്യാലയത്തിൽ സദ്യ ഉണ്ട് എന്നൊരു വിളി കേട്ടു. പിന്നെ നേരെ ഞങ്ങൾ ആ വഴിക്ക് അങ്ങ് പോയി. അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇവിടെ താലപ്പൊലിയും മുത്തുകുടകളും എല്ലാം അകത്ത് പോയി. പിന്നെ ആനയെ മാത്രമേ കാണാൻ പറ്റിയുള്ളൂ. പിന്നെ ആന മുതൽ ഇങ്ങോട്ട് കണ്ടു. കുറേ ഫ്ലോട്ടുകളുണ്ടായിരുന്നു. കുറേ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ നേരം അവിടെ നിന്ന് കുറേ ഇടി കൊണ്ടു. ഇങ്ങനെയുണ്ടോ ഒരിടി? എൻ്റെ അമ്മോ! ഇടിയെന്ന് വെച്ചാൽ ഒരു ഒന്നൊന്നര ഇടിയായിരുന്നു. എങ്ങനെയെങ്കിലും ആ ഇടിയിൽ നിന്നും ദൂരോട്ട് പോകാമെന്ന് പറഞ്ഞാൽ കുട്ടികൾ സമ്മതിക്കുമോ? അതില്ല. ഇതേപോലുള്ള കുറേ രസകരമായ കാഴ്ചകളുണ്ടായിരുന്നു. വ്യത്യസ്തമായ ഒരുപാട് ഫ്ലോട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇടി കൊണ്ടൊരു പരുവായി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നേരെ പാർക്കിലേക്ക് വന്നു. അവിടെ നിന്ന് ഒരാളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഫുഡ് കോർട്ടിൻ്റെ അവിടെ ആയിരുന്നു തള്ള. അവിടെ എല്ലാം കയറി ഒന്ന് കറങ്ങി 2 ഐസ്ക്രീമും വാങ്ങിച്ചു, മുളക് ബജിയൊക്കെ വാങ്ങിച്ചു. പിന്നെ നേരെ വീട്ടിലേക്ക് പോന്നു.